2 കാരണങ്ങൾ റസൂലുള്ള പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഒരു ഇസ്ലാമിക കുടുംബത്തിന്, ഒരു മുസ്ലിമിൻ്റെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാവുക? 2 വാക്കുകളാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ഞാൻ ചുരുക്കി പറയാണ്. ഒന്ന് റസൂലുള്ള പറഞ്ഞത് എന്താണെന്നോ, ഘിന ഉണ്ടാവണം എന്നാണ്. ഘിന എന്ന വാക്കിന് അർത്ഥം ഐശ്വര്യം എന്നാണ്, സമൃദ്ധി എന്നാണ്. എന്തിലാണ് സമൃദ്ധി ഉണ്ടാവേണ്ടത്? കൊട്ടാര സമാനമായ വീടോ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളോ, നിത്യവരുമാനമായി ലക്ഷക്കണക്കിന് രൂപയുടെ വരവോ അല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറൾ ഇന്നമൽ ഗിന ഗിനൻ നഫ്സ്. വിഭവങ്ങളുടെ സമൃദ്ധിയല്ല, പണത്തിൻ്റെ കൂമ്പാരമല്ല, വലിയ കൊട്ടാര സമാനമായ, പർവ്വത സമാനമായ വീട് ഉയർത്തുന്നതിലല്ല നിന്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യം കൂടിയിരിക്കുന്നത്. ഇന്നമൽ ഗിന ഗിനൻ നഫ്സ്. നിന്റെ മനസ്സിൻ്റെ ഐശ്വര്യമാണ്, മനസ്സിൻ്റെ സന്തോഷമാണ്, മനസ്സിൻ്റെ സമൃദ്ധിയാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമൃദ്ധി എന്ന്. അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കുടിലിലാവാം താമസിക്കുന്നത്, കൊട്ടാരത്തിലാവാം താമസിക്കുന്നത്, നല്ല ആസ്തിവഹകളുള്ളവനാവാം, പരമദരിദ്രനായി ജീവിക്കുന്നവനാവാം. പക്ഷേ ആരാണെങ്കിലും മനസ്സിന് സന്തോഷമുണ്ടോ, സമൃദ്ധിയുണ്ടോ? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മുസ്ലിമായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കവി പറയുന്ന വർത്താനമുണ്ട്. എന്താണ് മനസ്സിൻ്റെ സംതൃപ്തി എന്ന് വിശദീകരിക്കുകയാണ്. ലൈസൽ ഗനിയ്യുല്ലദീ ഫീ ജൈബിഹി ദഹബുൻ. പോക്കറ്റിൽ ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ കുത്തി നിറച്ചവനല്ല സമൃദ്ധിയുള്ളവൻ, ഐശ്വര്യമുള്ളവൻ എന്ന് നീ വിളിക്കേണ്ടത്. വലൽ ഫഖീറുല്ലദീ ലം യംലിക്കിൽ ദഹബ. സ്വർണത്തിൽ ഒരു സ്വർണ്ണ നാണയം പോലും കയ്യിലില്ലാത്തവനെ നീ ദരിദ്രൻ എന്ന് വിളിക്കരുത്. പിന്നെ അടുത്ത വാചകം എന്താണെന്നറിയോ? ഇന്നൽ ഗനിയ്യ ഗനിയ്യുൻ നഫ്സി യുഖ്നിഉഹാ. സംതൃപ്തിയുള്ള മനസ്സുണ്ട്, അവൻ്റെ മനസ്സ് ഐശ്വര്യ സമ്പൂർണ്ണമാണ്. അവനെയാണ് നമ്മൾ ധനികൻ എന്ന് വിളിക്കേണ്ടത്, സമൃദ്ധിയുള്ളവൻ എന്ന് വിളിക്കേണ്ടത്. ബിഅയ്യി ശൈഇൻ വലാ യർളീ ലഹാ ത്വലബ. അവൻ അത് മതി അവന്. മനസ്സിൻ്റെ സംതൃപ്തിയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സംതൃപ്തി എന്ന് വിളിക്കപ്പെടുന്നത്. വഅഫ്കറുൽ ഖൽഖി ശഖ്സുൻ കാദഹു തമഉൻ. ആരെയാണ് ദരിദ്രൻ എന്ന് വിളിക്കേണ്ടത്? സമൃദ്ധിയില്ലാത്തവനെന്ന്, ഐശ്വര്യമില്ലാത്തവനെന്ന് വിളിക്കേണ്ടത് ആരെയാ? ആർത്തിയുള്ളവനെയാണ്. തമ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമുള്ളവനാണ്, അല്ലേ? കിട്ടിയാലും മതി വരാത്തവനാണ്. എന്നിട്ട് അദ്ദേഹം പറയില്ലേ, എന്ത് കണ്ടാലും, ആരുടെ കയ്യിൽ കണ്ടാലും, അല്ലേ, അതിനോട് കൊതിയുണ്ടാവും. ഒരുത്തൻ്റെ വീട് കണ്ടാൽ അതുപോലെ വീട് വേണമെന്ന് ആഗ്രഹിക്കുക, ഒരുത്തൻ്റെ കാറ് കണ്ടാൽ അതുപോലെ ഒരു കാറുണ്ടായാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കൊതിമൂത്ത് ജീവിക്കുന്ന, ആർത്തിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരല്ല യഥാർത്ഥത്തിൽ സംതൃപ്തമായി ജീവിക്കുന്നത്. സമാശ്വാസത്തോടു കൂടി ജീവിക്കുന്നത് ആരാ? മനസ്സിൻ്റെ ഐശ്വര്യ സമ്പൂർണതയിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് എന്നാണ്. അതുതന്നെയാണ് റസൂലുള്ള പറഞ്ഞത്. അതാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമുക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല, നമുക്ക് ആർത്തി ഉണ്ടാവാൻ പാടില്ല, നമുക്ക് ആർഭാടങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നമുക്ക് പൊങ്ങച്ചങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്കുണ്ടാവേണ്ടത് അച്ചടക്കമുള്ള മനസ്സും അച്ചടക്കമുള്ള ജീവിതവുമാണ്. അങ്ങനെ ഒന്ന് കൈവരിക്കാൻ നമുക്ക് പറ്റുമോ? അള്ളാഹുവിൻ്റെ റസൂല് രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്. സത്യവിശ്വാസിക്കുണ്ടാവേണ്ടുന്ന ഗുണമായി പറയുന്ന റസൂൽ പറയുന്ന എന്താ അറിയോ? ഖനാഅത്ത് ഉണ്ടാവണം എന്നാണ്. എന്താ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? അറബിയിൽ ആ വാക്കിനർത്ഥം ഉള്ളത് കൊണ്ട് തൃപ്തനായി ജീവിക്കുക എന്നതാണ്. എത്ര ഉള്ളത്? എൻ്റെ വീട് ഇതാണ്, എൻ്റെ വരുമാനം ഇതാണ്, എൻ്റെ ഐശ്വര്യം ഇതാണ്, എൻ്റെ സമ്പത്ത് ഇതാണ്, എൻ്റെ ആസ്തി ഇതാണ്, ഇതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കുക. അതാണ് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. റസൂലുള്ള പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സർബിഹി. സുരക്ഷിതനായി നേരം പുലർന്ന് എണീക്കുമ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന്, എനിക്ക് മുന്നിൽ ഭീഷണികളില്ല, വെല്ലുവിളികളില്ല, ചലഞ്ചുകളില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രഭാതം അവിടെ ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി. മുആഫ ഫി ജസദിഹി. അവൻ്റെ ശരീരത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, രോഗങ്ങളൊന്നും അവനെ അലട്ടുന്നില്ല എങ്കിൽ ഇൻദഹു ഖൂതു യൗമിഹി. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ, ഒരു നേരത്തേക്കുള്ള ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ, രോഗങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, ഒരു ശരീരമുണ്ടെങ്കിൽ, എനിക്ക് പ്രയാസങ്ങളോ പേടിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, റസൂലുള്ളാഹി പറയാണ്, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ പോലെയാണ്, ലോകം മുഴുവൻ കയ്യിലൊതുക്കിയവനെ പോലെയാണ് അവനെന്ന്
ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്. സത്യവിശ്വാസിക്കുണ്ടാവേണ്ടുന്ന മാനസികാവസ്ഥയെക്കുറിച്ചാണ് റസൂലുള്ള വിശദീകരിക്കുന്നത്. എന്താണത്? ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കുക. ഒരു നേരത്തെ ഭക്ഷണമുണ്ട്, ഒരു ദിവസത്തെ അന്നമുണ്ട് വീട്ടിൽ, അതിന് വകയുണ്ടെങ്കിൽ അതിൽ സംതൃപ്തി കണ്ടെത്തുക. അല്ലാഹു നാളെ ഇതുപോലെ ജീവിക്കാനുള്ള വക നൽകാനിരിക്കില്ല എന്ന സമാശ്വാസമാണ് വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഇതുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ 3 വ്യവസ്ഥകൾ ഉണ്ടാവണം. നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് അതാ. ഞാനൊരു മുസ്ലിമായ വ്യക്തിയാണ്, എൻ്റെ അപ്പുറത്ത് ജീവിക്കുന്നത് മുസ്ലിം അല്ല, എൻ്റെ ഇപ്പുറത്ത് ജീവിക്കുന്നവൻ മുസ്ലിം അല്ല. അവൻ്റെ വീടും അവൻ്റെ കുടുംബവും, ഇവൻ്റെ വീടും ഇവൻ്റെ കുടുംബവും, എൻ്റെ വീടും എൻ്റെ കുടുംബവും തമ്മിൽ ഉണ്ടാവേണ്ടുന്ന 3 വ്യതിരിക്തതകളുണ്ട്. അതിലൊന്ന് നമ്മുടെ ആദർശമാണ്, നമ്മുടെ വിശ്വാസമാണ്. തൗഹീദ് സംബന്ധമായ ഒരു പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. ഞാൻ അമിതമായി പറയുന്നില്ല. 2 കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഒന്നെന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിലേക്ക്, നിങ്ങളുടെ ആദർശത്തിലേക്ക് അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, കുഫ്റിൻ്റെ, ശിർക്കിൻ്റെ അരിച്ചു കയറലുണ്ടാകുന്ന റസൂലുള്ള പറഞ്ഞത്. നമ്മളറിയാതെ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന, നമ്മളറിയാതെ അനാചാരങ്ങൾക്ക് പ്രവേശിക്കുവാൻ ഇടം നൽകപ്പെടുന്ന സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന റസൂലുള്ള ആരോടാ പറയണമെന്നറിയോ? മുമ്പിലിരിക്കുന്ന അബൂബക്കറിനോടാണ്, ഉമറിനോടാണ്, ഉസ്മാനോടാണ്, അലിയിനോടാണ്, ആയിഷ റളിയല്ലാഹു അൻഹും. ഓരോടാ പറയുന്നത്? എന്താ റസൂലുള്ള പറഞ്ഞത്? അശ്ശിർക്കു ഫീ ഹാദിഹിൽ ഉമ്മ, എൻ്റെ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരും. എങ്ങനെ? എൻ്റെ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരും. എങ്ങനെ? റസൂലുള്ള പറഞ്ഞു, അഖ്ഫാ മിൻ ദബീബിൻ നംലി, ഒരു ഉറുമ്പരിക്കുന്നത് എത്ര വേഗതയിലാ? ആ ഉറുമ്പരിക്കുന്നതിനേക്കാളേറെ ഗോപ്യമായി, രഹസ്യമായി, സ്വകാര്യമായി എൻ്റെ സമുദായത്തിലേക്ക്, മുസ്ലിം ഉമ്മത്തിലേക്ക്, മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസത്തിലേക്ക് ശിർക്ക് വരുന്ന റസൂലുള്ള പറഞ്ഞത്. സഹാബികൾ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. എന്താ റസൂലുള്ളാഹിനോട് ചോദിച്ചെന്നറിയോ? കൈഫ നൻജു മിൻഹു യാ റസൂലല്ലാഹ്, അങ്ങനെ വരാനിരിക്കുന്ന ശിർക്കിൽ നിന്ന്, അങ്ങനെ വരാനിരിക്കുന്ന കൊടുംതിന്മകളിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഞങ്ങളിൽ വരൂല എന്ന് അവർ പറഞ്ഞില്ല. സഹാബികൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ശിർക്ക് വരാത്തൊരു സമുദായമാണ് പ്രവാചകരെ, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പേടിക്കണ്ട എന്നല്ല അവർ പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ചോദിച്ചത്. മുസ്ലിമിന്റെ കയ്യിൽ ആയുധം ഉണ്ടാവണം. ശിർക്കിനെ പ്രതിരോധിക്കാനുള്ള ആയുധം, അന്ധവിശ്വാസങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുധം. അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബികൾ ചോദിച്ച ഈ ചോദ്യത്തിന് റസൂലുള്ള പറഞ്ഞൊരു മറുപടിയുണ്ട്. ഖുൽ, നീ പറയുക, നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അലം. അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നത്, പടച്ചതമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ഒരവസ്ഥ എനിക്ക് വരല്ലേ എന്ന് അള്ളാഹുവിനോട് ശരണം തേടുക. പടച്ചതമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം എൻ്റെ ഈ ബുദ്ധിയുള്ള കാലത്ത് ശിർക്ക് ചെയ്യുന്ന ഒരാളായി ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം നൽകല്ലേ എന്ന് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അതാ അള്ളാന്റെ റസൂല് പറഞ്ഞത്. 2ാമത്തെ വാചകം എന്താണെന്നറിയോ? വസ്തഗ്ഫിറു ലിമാ ലാ അലം. അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് ശിർക്ക് വരുന്നതിന് അല്ലാഹുവേ ഞാൻ പേടിക്കുന്നു, അങ്ങനെ വന്നാൽ എനിക്ക് പുറത്തു തരണേ എന്ന് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഒരു സത്യവിശ്വാസിക്ക് മുന്നോട്ട് വെക്കുവാനുള്ള 2 ആയുധങ്ങളെ, 2 പരിചകളെ അള്ളാഹു പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും, പടച്ചതമ്പുരാൻ ഒരുക്കുന്ന സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചതമ്പുരാനോട് പ്രാർത്ഥന മറക്കാതിരിക്കുക. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഉണ്ടാവണം ഇത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ശിർക്ക്, അറിയാതെ വരുന്ന ശിർക്ക്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ ദീർഘമായി ചരിത്രം പ്രതിപാദിച്ച പ്രവാചകനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്ത് ബഖറയിലെ 133-ാമത്തെ ആയത്തിൽ അള്ളാന്റെ പ്രവാചകനോട് അള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞൊരു ആയത്തുണ്ട്. എന്താണെന്നറിയാ? യാക്കൂബ് നബിക്ക് മരണവാസന്നമാകുന്ന സമയത്ത് ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു പിതാവെന്ന നിലക്ക് അനുഭവിച്ച പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങൾക്കൊടുവിൽ ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ
ആ മക്കളോട് മനുഷ്യൻ ചോദിക്കുന്ന, ആ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഖുർആൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എന്നോടും നിങ്ങളോടുമാണ്, ഉപ്പമാരായ നമ്മളോടാണ്, പിതാക്കളായ നമ്മളോടാണ്. മക്കൾ മുമ്പിലുണ്ട് എന്നതിൽ അഭിമാനം കൊള്ളുന്ന പിതാക്കളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ ആയത്ത് പഠിപ്പിക്കുകയാണ്. യാക്കൂബ് നബിയുടെ ചരിത്രം എന്താ? ഇത് ഖാല ലിബനീഹി, മക്കളോട് യാക്കൂബ് നബി ചോദിക്കുന്നുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചു പോയാൽ, എൻ്റെ മരണശേഷം, എൻ്റെ കാലശേഷം നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുക? എന്തായിരിക്കും നിങ്ങളുടെ ആദർശം? നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കും? നിങ്ങളുടെ തൗഹീദ് എവിടെയായിരിക്കും? യാക്കൂബ് നബി ഒരു പ്രവാചകന്റെ മക്കളോട്, സന്താനങ്ങളോട് എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മുന്നിൽ വെച്ച് പടച്ചതമ്പുരാന്റെ മുമ്പിൽ വിനയാന്വിതനായി നിന്ന് മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആനിലായത്ത്. ആ മക്കൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, നഅ്ബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ. ഒറ്റവാചകത്തിലല്ല മറുപടി, ഒറ്റവാചകത്തിലല്ല. ഞങ്ങൾ അല്ലാഹനെ മാത്രമേ പ്രാർത്ഥിക്കൂ എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ഇലാഹിനെ, നിങ്ങളുടെ പൂർവികരായ ഇബ്രാഹീമിന്റെ, ഇസ്മായിലിന്റെ, ഇസ്ഹാക്കിന്റെ പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് തൻ്റെ പിതാവിൻ്റെ സന്താന പരമ്പരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് പറഞ്ഞു, അവരുടെ ഇലാഹിനെ, ഇലാഹൻ വാഹിദൻ, ആ ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. വനഹ്നു ലഹു മുസ്ലിമുൻ, എന്നും എക്കാലത്തും എപ്പോഴും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ഞങ്ങളെന്ന്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യാക്കൂബ് നബിയുടെ മക്കൾ പറയുക. അതാ വിശുദ്ധ ഖുർആനിലായത്ത്. എന്തിനാ അത് പറഞ്ഞത്? യാക്കൂബ് നബിക്ക് അങ്ങനെ സംഭവബഹുലമായൊരു ചരിത്രമുണ്ട് എന്ന് പറയാനാ? യാക്കൂബ് നബിയുടെ മക്കൾ മുവഹിദുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥാപിക്കാനാ? അല്ല. എന്നോടും നിങ്ങളോടും, നമ്മിലെ ഉപ്പമാരോട്, നമ്മുടെ പിതാക്കളോട്, നമ്മിലെ മാതാപിതാക്കളോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ചോദിക്കാനാവണം, നിങ്ങളുടെ പേരമക്കളെ മുന്നിലിരുത്തി ചോദിക്കാനാവണം, നിങ്ങളുടെ മരുമക്കളെ മുന്നിലിരുത്തി ചോദിക്കാനാവണം, എൻ്റെ കാലശേഷം മക്കളെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുമെന്ന്, നിങ്ങളുടെ തൗഹീദ് എവിടെയായിരിക്കുമെന്ന്, നിങ്ങൾ എവിടെ പോയി നമസ്കരിക്കുമെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭാര്യയെ, മക്കളെ മുന്നിൽ നിർത്തി ചോദിക്കാനാവണം. അതാണ് മുഅ്മിനിന്റെ ജീവിതം എന്ന് പറയുന്നത്. നോക്ക് നിങ്ങൾ, രണ്ടാമത്തെ ഒരു കാര്യം എന്താ? ഒന്ന് ആദർശമാണ്. എത്ര പറഞ്ഞാലും മതി വരാത്ത ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ തനിമ, അതിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന കുടുംബങ്ങളായി, വീടുകളായി മാറാൻ നമുക്ക് പറ്റണം. രണ്ടാമത്തേത് എന്താ? നമ്മുടെ ഇബാദത്തുകളാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ ഇബാദത്തുകളാണ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്. ഇസ്ലാമിലെ ഇബാദത്തുകളെ നിർവഹിക്കുന്നിടത്ത് നമ്മുടെ വീട് എവിടെയാണ്? നമ്മുടെ കുടുംബം എവിടെയാണ്? നമ്മുടെ വീട്ടിൽ നമസ്കാരത്തിൻ്റെ ചിട്ടകളുണ്ടോ? വ്യവസ്ഥയുണ്ടോ? അതിനൊരു സംവിധാനമുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട അജണ്ടയാണോ? വീട്ടിൽ 3 നേരമാണ് ഭക്ഷണം കഴിക്കേണ്ടത്, പക്ഷെ 5 നേരമാണ് നമസ്കരിക്കേണ്ടത്. നിർബന്ധ നമസ്കാരത്തിന് 5 നേരം നമ്മൾ അവസരം ഉണ്ടാക്കണം, അതിനുള്ള സൗകര്യം ഉണ്ടാവണം. പള്ളിയുണ്ടോ അടുത്ത്? പള്ളിയിലേക്ക് കുടുംബസമേതം പോകാൻ സാധിക്കുന്നുണ്ടോ? സുബഹി നമസ്കാരത്തിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ. ഞാൻ എൻ്റെ സലാം വീട്ടിയതിനു ശേഷം പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, കൺകുളിർമയുള്ള ഒരു കാഴ്ച, പള്ളി നിറയുവോളം മനുഷ്യർ. അത് ആനന്ദകരമായൊരു മുസ്ലിമിൻ്റെ കാഴ്ചയാണ്. ഒരു ദിവസത്തെ പ്രഭാതത്തിൽ കാണുന്ന കൺകുളിർമയുള്ള കാഴ്ച. നോക്ക് നിങ്ങൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമ്മൾ രാവിലെ കിടക്കയിൽ നിന്ന് എണീറ്റ് വുളൂവെടുത്ത്, വണ്ടിയെടുത്ത്, വാഹനമെടുത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ പ്രായപൂർത്തിയായ, നമസ്കാരം ബാധ്യതയുള്ള എൻ്റെ മകൻ കിടന്നുറങ്ങത്തടുത്ത് നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് അവനെ എൻ്റെ കൂടെ കൊണ്ടുവരാൻ ഞാനും നിങ്ങളും അടക്കമുള്ള രക്ഷിതാക്കൾ കാണിക്കുന്ന താല്പര്യത്തെയാണ് ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയുടെ അനുഗ്രഹീതമായ കാഴ്ചകൾ എന്ന് പറയുന്നത്. ആ മക്കളോട് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് പറയാനാവണം. എന്നിട്ട് എൻ്റെ മകൻ എവിടെ പോയാലും, കാനഡയിൽ പോയി പഠിച്ചാലും, അമേരിക്കയിൽ പോയി ജോലി ചെയ്താലും, എൻ്റെ മകൻ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ നമസ്കരിക്കുമെന്ന് പറയാനുള്ള കരുത്ത് എനിക്കുണ്ടാവണം. അതാണ് മുസ്ലിമായ ഉപ്പ എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യം. മുസ്ലിമായ പിതാവെന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യം അതാ. എൻ്റെ മക്കളുടെ ഇസ്ലാമിക ചിട്ടയുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനാവണം. ഞാൻ എന്ത് ചെയ്തു എന്ന്, എന്ത് പറഞ്ഞു എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനാവണം. മൂന്നാമത്തത് ഇസ്ലാമിക സംസ്കാരമാണ്. ഒന്ന് വിശ്വാസമാണ്, 2 ഇബാദത്താണ്, 3 നമ്മുടെ സംസ്കാരമാണ്. ഒരു മുസ്ലിമിൻ്റെ സംസ്കാരമുണ്ട്, ഒരു മുജാഹിദിന് വ്യത്യസ്തമായ സംസ്കാരമുണ്ട്. മുജാഹിദിൻ്റെ വീട്, മുജാഹിദിൻ്റെ കുടുംബം, മുജാഹിദിൻ്റെ മക്കൾ, അവർക്ക് വ്യത്യാസം ഉണ്ടാവണം. അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ വസ്ത്രധാരണ രീതിയിൽ, അവൻ്റെ മുടി ചീകി വെക്കുന്നതിൽ
ഇതൊക്കെ മുസ്ലിമിൻ്റെ യഥാർത്ഥമായ ഐഡൻറ്റിറ്റി എൻ്റെ മക്കളിലുണ്ടോ? അത് ഉറപ്പുവരുത്താനാണ് പാപ്പമാരും ഉമ്മമാരുമായ നമുക്ക് പറ്റേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മുടെ പരിഭവം എന്താണെന്നറിയോ? കുട്ടികളൊക്കെ വലുതായി, ഇനി ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. അടക്കയാണെങ്കിൽ നമുക്ക് മടിയിൽ വെക്കാലോ. അടക്കയല്ലല്ലോ ഇപ്പോൾ, വലിയ ഉയരമുള്ള, എന്നെക്കാൾ ഉയരമുള്ള, എന്നെക്കാൾ ശക്തിയുള്ള, എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ള, എന്നെക്കാൾ ജോലിയുള്ള, എന്നെക്കാൾ വരുമാനമുള്ളവനായി മകൻ മാറിയിട്ട് ഞാൻ എങ്ങനെ അന്യവനോട് പറയാ? അവൻ നമ്മുടെ മുമ്പിലാണ് വളർന്നത്. നമുക്ക് തന്നപ്പോൾ അത് അടക്കയായിരുന്നു. നമ്മുടെ മടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ മാത്രം പോന്ന നമ്മുടെ സന്തോഷത്തിൻ്റെ കാഴ്ചയായി, നമ്മുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി പടച്ചതമ്പുരാൻ തന്നതാണ് നമ്മുടെ മകനെ. ആ മകൻ വളർന്നത്, വലുതായത്, അല്ലേ? അവൻ്റെ കൈകാലുകൾ വളർന്നത്, അവൻ ഉയരം കൂടിയത്, അവന് വിദ്യാഭ്യാസം നേടിയത് ഒക്കെ നമ്മുടെ കൺമുമ്പിലാണ്. അവനെ വളർത്തുന്നതിൽ എനിക്ക് പങ്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്തോ എന്നാണ് ഞാൻ പടച്ചവനോട് മറുപടി പറയേണ്ടത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സംസ്കാരം, ജീവിതത്തിലുടനീളം എൻ്റെ മക്കളത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റണം. നമ്മളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്. പുതിയ കാലം എന്ന് വിളിക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പറയാതെ ഒരു ഫാമിലി മീറ്റ് പൂർണ്ണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം നിങ്ങളോട് പറയാം. 23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, പിതാവ് ഗൾഫിലാണ്, മാതാവും 14 വയസ്സുള്ള അനിയനും ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരനുമാണ് വീട്ടിൽ ജീവിക്കുന്നത്. അവൻ സഞ്ചരിക്കുന്നത് 2.5 ലക്ഷം രൂപയുടെ വിലയുള്ള ഒരു ബൈക്കിലാണ്. അതവൻ്റെ ആഗ്രഹമാണ്, അതവൻ്റെ മാതാപിതാക്കൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അവനൊരു സുപ്രഭാതത്തിൽ അവൻ്റെ ഉമ്മയെ തലക്കടിച്ച് വീഴ്ത്തുന്നു. ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ച് വീടിന് പുറത്തിറങ്ങുന്നു. ഉപ്പയുടെ ഉമ്മ 84 വയസ്സുള്ള ഉപ്പയുടെ മാതാവ് വല്യമ്മ താമസിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തുന്നു. വല്യമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നു. ഉപ്പയുടെ സഹോദരനും അയാളുടെ ഭാര്യയും താമസിക്കുന്നിടത്തെത്തുന്നു. അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു. 23 വയസ്സുള്ള ചെറുപ്പക്കാരന് അയൽപക്കത്തെ വീട്ടിലൊരു കാമുകിയുണ്ട്, 21 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവളെ കൊലപ്പെടുത്തുന്നു. 14 വയസ്സുള്ള ഒരു അനിയനുണ്ട്, സുന്ദരനായൊരു കുട്ടി. അവൻ്റെ കൗതുകമുള്ള കാക്ക അവനെ വിളിച്ച് വീട്ടിൽ നിന്ന് അവനെ പറഞ്ഞയക്കുന്നു. എന്തിനു വേണ്ടിയാണ് പറഞ്ഞയക്കുന്നത്? അവന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങാനാണ് പറഞ്ഞയക്കുന്നത്, അല്ലേ? 500 റുപ്യ കയ്യിൽ കൊടുത്തിട്ട് ഒരു കുഴിമന്തി വാങ്ങി വരാൻ പറഞ്ഞു. അവൻ അത് വാങ്ങാൻ പോയി, തിരിച്ചു വന്നു. അത് കഴിക്കാൻ സമ്മതിക്കാതെ അവനെ കൊലപ്പെടുത്തുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് അഫ്ഫാൻ എന്നാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടുകാരനാണ് അവൻ. കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരകൾ സൃഷ്ടിച്ച ഒരു 23 വയസ്സുകാരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുക. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുതിയ കുടുംബ വിശേഷങ്ങളാണ്. ഞാനും നിങ്ങളും അറിയുന്ന, നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് കേൾക്കുന്ന കുടുംബ വിശേഷങ്ങളാണ്. എനിക്ക് പരിചയമുള്ള ഒരാൾ, അയാൾക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അയാളൊരു പുതിയ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവൾക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. 2 പേരും മക്കളെയും ഭർത്താക്കന്മാർ, ഭാര്യയെ ഒരാളും ഭർത്താവിനെ മറ്റൊരാളും ഉപേക്ഷിച്ച് 2 പേരും പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ പുതിയ കുടുംബ വിശേഷങ്ങൾ. ഇത് വാർത്തകളല്ല സുഹൃത്തുക്കളെ, ഇത് നമ്മൾ കേൾക്കുന്ന വാർത്തകളല്ല. ഇത് നാളെ എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. എനിക്ക് 19 വയസ്സുള്ള ഒരു മകനുണ്ട്. അവൻ നാളെ ഒരു അഫ്ഫാനായി, ഒരു കൊലയാളിയായി എൻ്റെ മുമ്പിൽ എപ്പോൾ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് എനിക്ക് എന്തുറപ്പാണുള്ളത്? എൻ്റെ ഭാര്യ എന്നെയും എൻ്റെ 3 മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോകില്ല എന്ന് എന്തുറപ്പാണ് എനിക്കുള്ളത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനെന്ന മുസ്ലിം രക്ഷിതാവിൻ്റെ, ഞാനെന്ന മുസ്ലിം ഭർത്താവിൻ്റെ, ഞാനെന്ന മുസ്ലിം കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ്. കടൽ ശാന്തമാണ്, അല്ലേ? നമ്മൾ കാണാൻ പോകുന്ന കടൽ ശാന്തമാണ്. ശാന്തമായ കടലിനെ നമ്മൾ കാണുന്നു, അവിടുത്തെ കാറ്റ് നമ്മൾ ആസ്വദിക്കുന്നു, കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു പോരുന്നു. നമ്മുടെ വീട് അങ്ങനെയാ, നമ്മുടെ കുടുംബം അങ്ങനെയാ. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പെയിന്റ് അടിച്ച അതിമനോഹരമായി കെട്ടി ഉയർത്തപ്പെട്ട ഒരു വീട്, അതിൻ്റെ മുന്നിൽ മതിലുണ്ട്, സുന്ദരമായ ഗേറ്റുണ്ട്, വീടിൻ്റെ കാർ പോർച്ചിൽ നിർത്തിയിട്ട അത്യാഡംബരമായ ഒരു കാറുണ്ട്. വീടിനകത്ത് കയറിയാൽ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളുള്ള അടുക്കളയും ബെഡ്റൂമുകളും ഓഫീസും ഡൈനിങ് ഹാളും ഒക്കെ ഉണ്ട്. സുന്ദരമായ കാഴ്ചയാണ്. പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ്.
നമ്മൾ കാണുന്ന ശാന്തതക്കപ്പുറത്ത് കടലിനൊരു പ്രക്ഷുബ്ധാവസ്ഥയുണ്ട്, അതിനാഴമുണ്ട്. നമ്മൾ കണ്ട കടൽ പരപ്പിന് താഴെ അടികൾ താഴ്ചയുള്ള വലിയ ആഴമുണ്ട്. കടലിൻ്റെ ആഴങ്ങളിൽ വലിയ ഇരുട്ടുണ്ട്. കടലിൽ അതിശക്തമായ തിരമാലകളുണ്ട്. കടലിൽ കാറ്റും കോളുമുണ്ട്. കടലിൽ നമ്മൾ കഴിക്കുന്ന അതീവ രുചിയുള്ള രുചികരമായ മത്സ്യവിഭവങ്ങൾക്കപ്പുറത്ത് മനുഷ്യനെ ഇളക്കി മറിക്കാൻ മാത്രം, തട്ടിയകറ്റി തെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ മാത്രം പോന്ന അതിശക്തിയുള്ള ആക്രമണോത്സുകത കാണിക്കുന്ന കടൽ ജീവികളുണ്ട് കടലിൽ. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം ചിലപ്പോൾ പ്രക്ഷുബ്ധമാകും, ചിലപ്പോൾ അവിടെ കാറ്റും കോളും ഉണ്ടാകും, അതിശക്തമായ തിരമാലകൾ സുനാമികളായി മാറും. അവിടെ ആ കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പലിനെ നയിക്കുന്ന കപ്പിത്താൻ എത്ര ജാഗ്രത വേണം. ഈ കടൽ തിരമാലകളെ വകഞ്ഞു മാറ്റി ഈ കാറ്റിനെയും കോളിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് എൻ്റെ കപ്പലിനെ തീരത്തണിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കപ്പിത്താൻ്റെ ദൗത്യമാണ് കുടുംബനായകനും നായികക്കും നിർവഹിക്കാനുള്ളത്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ വീട്ടിൽ നിർവഹിക്കാനുള്ളത് ഈ പ്രക്ഷുബ്ധമായ കടലിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പലിനെ ശാന്തമായി തീരത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കപ്പിത്താൻ്റെ വൈദഗ്ധ്യം നമുക്കുണ്ടാവേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമേൽ പ്രക്ഷുബ്ധമാണ് നമ്മുടെ സമൂഹം. കുടുംബം എന്ന വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പേടി എന്താ? ഒരു രക്ഷിതാവിനോട് നിങ്ങൾ ചോദിക്കുക, ഏറ്റവും വലിയ പേടി എന്താ? മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു വലിയ പേടി ഉണ്ടായിരുന്നത്, അല്ലേ? വീടിനെ കുറിച്ചായിരുന്നു വലിയ പേടി ഉണ്ടായിരുന്നത്. ജോലിയും തൊഴിലും വരുമാനവും ഇല്ല എന്നുള്ളായിരുന്നു പേടി. അതൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ മാറിയിട്ട് ഒരൊറ്റ കാര്യത്തിൽ വലിയ ആശങ്കകൾ എല്ലാവരും ഒരുപോലെ പറയാണ്. അതെന്താണെന്നറിയോ? മക്കളുടെ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരു പഴയ സങ്കല്പമായി മാറിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹമേ വേണ്ട എന്ന് പറയുന്ന കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ, ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഉപ്പമാരായി ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ മക്കളായി ജീവിച്ചപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ 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 കുറവായിരുന്നു. പക്ഷെ ആ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹമൊക്കെ ആകാം, ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു വിവാഹം, അല്ലേ, എന്ന് പറയുന്ന മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വരയ്ക്കുന്ന മതത്തിൻ്റെ വൃത്തത്തിനപ്പുറത്ത് അല്പം കൂടി വിശാലമായ വിവാഹ സ്വപ്നങ്ങളാണ് എനിക്കുള്ളത് എന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ എനിക്കിഷ്ടമുള്ള കാലം ഇഷ്ടമുള്ളിടത്ത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എൻ്റെ മക്കള് മറ്റൊരാളെ പ്രേമിച്ച് വലയിൽ വീഴ്ത്തിയിട്ട് അവനെയും കൊണ്ട് അവളെയും കൊണ്ട് കയറി വരരുത് എന്നാണ് പഴയ രക്ഷിതാക്കൾ ആഗ്രഹിച്ചിരുന്നത്. ആ രക്ഷിതാക്കളുടെ ആഗ്രഹത്തിനും അവസ്ഥ മാറി. എന്നിട്ട് അവർ വിചാരിക്കുന്നിടത്തേക്ക് മാറി കാലം. എന്താണ്? എൻ്റെ മകൻ ഇഷ്ടപ്പെടുന്നതും കൊണ്ടുവരുന്നതും ഒരു മുസ്ലിമായെങ്കിലും മതിയായിരുന്നേനെ എന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് കാലം മാറി. അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കളുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ആൺകുട്ടി കൊണ്ടുവരുന്നത്, അവൻ്റെ ഇണയായി കൊണ്ടുവരുന്നത് ഒരു പെണ്ണിനെ ആയിരുന്നാൽ മതിയായിരുന്നേനെ എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ കാലം മാറിയിട്ടുണ്ട്. എൻ്റെ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നതും കൊണ്ടുവരുന്നതും ഒരു ആണിനെ ആണെങ്കിൽ തിരക്കടില്ല എന്ന് വിചാരിക്കുന്നിടത്തേക്ക് ആണും വിവാഹം കഴിക്കുന്ന, പെണ്ണും വിവാഹം കഴിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങൾ മത്സരിക്കുന്ന, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് കാണുന്ന, അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ വിശാലമായ അർത്ഥത്തെക്കുറിച്ച് സംസാരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകന്മാരെ കാണുന്ന, അതിനുവേണ്ടി സിനിമകൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി നോവലുകൾ എഴുതുന്ന, അത് പ്രസ്താവിക്കപ്പെടുന്ന കവിതകൾ രചിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പേടി നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്, നമ്മുടെ തലമുറയെക്കുറിച്ചാണ്. മഹാനായ സക്കരിയ നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. അതെന്താണെന്നറിയോ? വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ ബറായി, വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ ബറായി. പടച്ചതമ്പുരാനെ, മക്കളില്ലാത്തതിൻ്റെ വേദന പടച്ചവനോട് പറയാണ് സക്കരിയ നബി. അപ്പോൾ പറഞ്ഞ വാചകം എന്താണെന്നോ? എനിക്ക് കുട്ടികളില്ല എന്നല്ല, വഖിഫ്തുൽ മവാലിയ മിൻ ബറായി, എനിക്ക് പിന്മുറക്കാരില്ല, എൻ്റെ പിന്നിൽ വരാൻ ആളില്ല,
എൻ്റെ സ്വത്തനന്തരമെടുക്കാൻ അവകാശി ഉണ്ടാകില്ല എന്ന പേടിയല്ല. സക്കരിയ നബി എന്ന പ്രബോധകന്റെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ ആശങ്ക, എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മതിയായ കെൽപ്പുള്ള, കരുത്തുള്ള, ഊർജമുള്ള, ഉശിരുള്ള ഒരു പിൻതലമുറയില്ല എന്നതിൻ്റെ വേദന ഞാനും നിങ്ങളും അനുഭവിക്കുന്ന, നമ്മൾ ആശങ്കപ്പെടുത്തുന്ന വേദന അതാണ്. പള്ളുരുത്തിയിലെ തങ്ങൾ നഗറിലുള്ള മുജാഹിദ് പള്ളിയുടെ സംസ്ഥാപനം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന്, അതിൻ്റെ പൂർവികരാരാണ് എന്ന് മഹാനായ ഉമർ മൗലവി തറക്കല്ലിട്ട ഈ പള്ളി എങ്ങനെ പണിതുയർത്തി എന്നാണ് ഇവിടെ ഹ്രസ്വമായി സൂചിപ്പിച്ച ചരിത്രം. ഇതിനൊരു മഹത്വമുണ്ട്, ഇതിനൊരു പാരമ്പര്യമുണ്ട്, വർഷങ്ങൾ നീണ്ട അധ്വാനത്തിൻ്റെ മഹത്വമുണ്ട്. രക്ഷിതാക്കളുടെ ആശങ്ക എന്താണെന്നറിയോ? അടുത്ത ഘട്ടത്തിൽ, അടുത്ത കാലത്ത് ഈ പള്ളിയും മദ്രസയും ഇസ്ലാമിക പ്രബോധന സംരംഭങ്ങളും ഇവിടുത്തെ ദീനും ദഅവത്തും സംഘടനയും കൊണ്ടു നടക്കാൻ കെൽപ്പുള്ള ഒരു തലമുറയുണ്ടോ എന്നാണ്. ആ ആശങ്കയിൽ ഞാനും നിങ്ങളും ഉണ്ട്. നമ്മുടെ മനസ്സിൽ നിന്നുയരുന്ന പ്രാർത്ഥന സക്കരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് സമാനമായ പ്രാർത്ഥനകളാണ്. നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റണം. മുജാഹിദുകളുടെ യുവാക്കൾ, മുജാഹിദുകളുടെ കുട്ടികൾ, മുജാഹിദുകളുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ഞങ്ങൾ ഈ സമൂഹത്തിന് പ്രാധാന്യം നൽകുന്ന, ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കുന്ന, ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ഊക്കും ഉശിരും കരുത്തും ചങ്കുറപ്പുമുള്ള യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുവാൻ, അവർക്ക് ആവശ്യമുള്ള തർബിയത്ത് കൊടുക്കുവാൻ ഇതാ ഞങ്ങളുടെ കയ്യിൽ സംവിധാനമുണ്ട് എന്ന്, ഞങ്ങളുടെ പ്രസ്ഥാനം അതിന് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഞങ്ങളൊരു കുടുംബ സംഗമം വിളിച്ചു ചേർത്താൽ അവിടെ യുവാക്കളും വിദ്യാർത്ഥികളും പെൺകുട്ടികളും ആൺകുട്ടികളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ വരുമെന്ന് പ്രതീക്ഷയോടുകൂടി പറയാൻ നമുക്കാവണം. അങ്ങനെയുള്ള ആശങ്കകൾ നിറഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായേ പറ്റൂ. കുടുംബകലഹങ്ങൾ, കുടുംബം എന്ന് പറയുന്ന വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പം പറഞ്ഞില്ലേ, അത് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള വർത്തമാനങ്ങളാണെങ്കിൽ ഈ നല്ല ആഘോഷപൂർവ്വം നടക്കുന്ന വിവാഹങ്ങൾ അല്ലേ, 1000-2000 ആളുകൾ കൂടി ബിരിയാണി കഴിച്ച് വിളമ്പി നല്ല ഫോട്ടോഗ്രാഫർ വെച്ച് വരൻ്റെയും വധുവിൻ്റെയും ഫോട്ടോ എടുത്ത് അത് അലങ്കാരത്തോടു കൂടി 10 ദിവസം നോക്കി നിന്ന് ഗംഭീരമായ പരിപാടി നടത്തി എന്നൊക്കെ പറയുന്ന കുടുംബങ്ങളും നാട്ടുകാരും ബന്ധുമിത്രാദികളും ഒരുമിച്ച് കൂടിയ കല്യാണങ്ങളുടെ അവസ്ഥ എന്താ? മണിക്കൂറുകളുടെ ദൈർഘ്യത്തിൽ, ആഴ്ചകളുടെ ദൈർഘ്യത്തിൽ, മാസങ്ങളുടെ ദൈർഘ്യത്തിൽ പൊട്ടിപ്പിരിഞ്ഞു പോകുന്ന കുടുംബ ബന്ധങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 28 കുടുംബ കോടതികളുണ്ട്. 28 കുടുംബ കോടതികളുണ്ട്. ഏറ്റവും പുതിയ കണക്ക് എന്താണെന്നറിയോ? കേരളത്തിൽ 75, ഒരു ദിവസത്തിൽ 75 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നാണ്. ഒരു ദിവസം 75 കുടുംബ കലഹത്തിൻ്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൽ ഒരു കൊല്ലത്തിൽ അത് 10,000 കവിയുന്ന 25,000-ലേക്കും 35,000-ലേക്കും നീണ്ടുപോകുന്ന കണക്കുകളുണ്ട് കേരളത്തിൽ. ഇതെന്താ? എല്ലാ കുടുംബ കേസും എല്ലാ വിവാഹമോചന കേസും കോടതിയിലെത്തുന്നുണ്ടോ? ഇല്ല. നാട്ടുകാർ തീർക്കുന്ന, മഹല്ലുകൾ ഇടപെട്ട് തീർക്കുന്ന, നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇടപെട്ടുന്ന, കുടുംബകരണവന്മാർ കൂടി തീർക്കുന്ന എത്ര കേസുകളുണ്ട്. വളരെ തുലോം കുറവാണ് കോടതിയിലെത്തുന്ന കേസ്. അതിൻ്റെ കണക്കാത്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണെന്നാണ് കണക്ക്. അത് എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറയാം. ഞാൻ പള്ളുരുത്തിയിലാണ് സംസാരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കേരളത്തിലെ അതിപ്രഗത്ഭരായ താരങ്ങൾ ജീവിക്കുന്നു, സെലിബ്രിറ്റീസ് ജീവിക്കുന്നു എറണാകുളത്ത്. സിനിമാ താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ ജീവിക്കുന്നത് എറണാകുളത്താണ്. അവർക്കിടയിലാണ് വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്നാണ്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കുടുംബമായി ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അള്ളാൻ്റെ റസൂലിൻ്റെ മുന്നിൽ ഒരു കുട്ടിയെ ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട്, നബിയെ മഹക്കുബിനി ഹാദ, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം എന്താണ്? അള്ളാൻ്റെ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? തുഹ്സിനിസ്മഹു ബഅദഹു വദഅഹു മൗലിയൻ ഹസനൻ, എൻ്റെ കുട്ടിക്ക് നല്ലൊരു പേര് വെക്കാൻ, നല്ല അദബ് മര്യാദകൾ പഠിപ്പിക്കാൻ, നല്ല ഒരു സ്ഥലത്ത് അവനെ വളർത്താൻ, അവൻ്റെ ജീവിത സാഹചര്യം നന്നാക്കാൻ നിനക്ക് പറ്റണം. അത് റസൂലുള്ള മാതാപിതാക്കളോടാണ് പറയുന്നത്, എന്നോട് നിങ്ങളോടുമാണ് പറയുന്നത്. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായ തർബിയത്ത് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? അത് പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ ഞാൻ ഒറ്റയ്ക്കുണ്ടായാൽ പോരാ, എൻ്റെ കുടുംബം ഉണ്ടാവണം കൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ കുടുംബവും നിങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണമെന്ന അള്ളാന്റെ റസൂൽ മറ്റൊരായത്ത് കൂടി പറയുന്നുണ്ട്. എന്താണ് റസൂൽ പറഞ്ഞത്? ജന്നത്തു അദിൻ, നിത്യവാസത്തിന്റെ സ്വർഗമുണ്ട്.
അവിടെ കയറുന്നത് ആരാന്നറിയോ? യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയതിഹിം, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നല്ല വാപ്പ, നല്ല ഉമ്മ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മകൻ, നല്ല മകൾ, ഇസ്ലാമികമായി ജീവിച്ചവർ നമ്മുടെ കൂടെ സ്വർഗത്തിലുണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കും. എന്നിട്ട് ഈ സ്വർഗവാസികളായ മനുഷ്യരോട് പറയും സലാമുൻ അലൈക്കും ബിമാ സബർത്തും, എന്താ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനമുണ്ട്. എന്തിന്? ദുനിയാവിൽ ക്ഷമയോടെ സഹിച്ച് ജീവിച്ചതിന്, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ കാണിച്ച ക്ഷമക്ക് അതിന് അള്ളാഹു സ്വർഗമാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകുന്നത്. മരണം ഉറപ്പല്ലേ? ദുനിയാവെന്ന് മരിച്ചു പോകണം. എപ്പോ, എന്ന്, എവിടെ, അതൊന്നും നമുക്ക് അറിയില്ല. മരണം ഉറപ്പാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ അറിയോ? മരിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ മയ്യത്തിന് 3 കാര്യങ്ങൾ പിന്തുടരുന്ന റസൂലുള്ളാഹി പറഞ്ഞു. യത്ബഉൽ മയ്യിത സലാസുൻ യർജിഉ ഇസ്നാനി വയബ്ഖ വാഹിദ്, 2 എണ്ണം ഇങ്ങോട്ട് തിരിച്ചു പോരും, 1 അവിടെ നിൽക്കും. യർജിഉ ഇസ്നാനി, എന്തൊക്കെ തിരിച്ചു പോരുക? കുടുംബം തിരിച്ചു പോരും. അഹ്ലുഹു വമാലുഹു, സ്വത്ത് തിരിച്ചു പോരും, കുടുംബം തിരിച്ചു പോരും. വാപ്പയെ കബറടക്കിയിട്ട് മകൻ തിരിച്ചു പോകും, അല്ലേ? 25 വയസ്സുള്ള സ്വന്തം ചെറുപ്പക്കാരനായ പ്രതീക്ഷകൾ നിറഞ്ഞ് ജീവിച്ച, സന്തോഷത്തോടെ ജീവിച്ച മകൻ മറവ് ചെയ്ത് വാപ്പ തിരിച്ചു പോരും, ഭാര്യയെ മറവ് ചെയ്ത് ഭർത്താവ് തിരിച്ചു പോരും. ഖവാഹിദ്, 1 മാത്രം അവശേഷിക്കും. എന്താ അവശേഷിക്കുള്ളൂ എന്നറിയോ? അമലുഹു, അവൻ്റെ അമലുകളാ, അവൻ ചെയ്ത ഇബാദത്തുകളാണ്, അവൻ ചെയ്ത സേവനങ്ങളാണ്. അതിലൊന്ന് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നിടത്ത് കാണിച്ച ഇസ്ലാമികമായ ചിട്ടയും വ്യവസ്ഥയും എന്താണോ അതനുസരിച്ച് എൻ്റെ മക്കൾ ജീവിച്ചോ, മക്കൾ വളർന്നോ, മക്കൾ വലുതായോ, എൻ്റെ മരണശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി, പ്രാർത്ഥിക്കാൻ കൈയുയർത്തുന്നവനായി, അതിന് മനസ്സ് വരുന്നവനായി എൻ്റെ മകൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതാണ് പരലോകത്ത് എനിക്ക് ഖൈറായി, എനിക്ക് ഗുണമായി ഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്കാവണം. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി അറിഞ്ഞ് പഠിച്ച് പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളും മുജാഹിദുകളുമായി തീരുവാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ അധ്വാനിക്കുക. നമ്മുടെ പരിശ്രമങ്ങൾ ഒരു ഇസ്ലാമികമായ കുടുംബത്തിൻ്റെ വ്യവസ്ഥ എല്ലാർത്ഥത്തിലും പൂർണ്ണമായ തോതിൽ എൻ്റെ വീട്ടിലുണ്ടാവണമെന്ന വാശിപ്പുറത്താവണം, താല്പര്യപൂർവ്വമാവണം. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ, ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ ചെലവഴിക്കുന്ന സമയം എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് അമലു സ്വാലിഹാത്തുകളായി സ്വീകരിച്ച് നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം തേടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.